നമസ്കാരം. ട്രെയിനിൽ ചമഞ്ഞ് ടിക്കറ്റ് പരിശോധന നടത്തി വന്ന യുവതിയെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം തൃക്കരിവ മുണ്ടുകാട്ടിൽ വീട്ടിൽ റഷീദിന്റെ ഭാര്യ റംലത്താണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. 6 മാസമായി ട്രെയിനുകളിൽ ഇവർ ചമഞ്ഞ് യാത്ര ചെയ്യുകയും ടിക്കറ്റ് പരിശോധന നടത്തി വരുന്നതിനിടെ രാജ്യറാണി എക്സ്പ്രസിൽ നിന്നുമാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് റംലത്ത് റെയിൽവേ ജീവനക്കാരുടെ പിടിയിലാകുന്നത്. കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെട്ട രാജ്യറാണി എക്സ്പ്രസ് കായംകുളം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ വനിതകളുടെ കമ്പാർട്ട്മെന്റിന്റെ വാതിലുകൾ തുറക്കുന്നില്ല എന്ന് പരാതി ഉയർന്നു. ഈ സമയം ട്രെയിനിൽ ഉണ്ടായിരുന്ന പ്രത്യേക സ്ക്വാഡ് അംഗങ്ങളായ ചീഫ് ട്രാവലിംഗ് ടിക്കറ്റ് ഇൻസ്പെക്ടർ അജയ് കുമാർ, ട്രാവലിംഗ് ടിക്കറ്റ് ഇൻസ്പെക്ടർ ലാൽകുമാർ, RPF ഉദ്യോഗസ്ഥൻ ജയചന്ദ്രൻ പിള്ള എന്നിവർ വനിതാ കമ്പാർട്ട്മെന്റിന്റെ പുറത്തെത്തി. വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോൾ കമ്പാർട്ട്മെന്റിലുള്ള TT ആണ് വാതിലുകൾ അടച്ചതെന്ന് പറഞ്ഞു. റെയിൽവേ സ്ക്വാഡ് അംഗങ്ങളാണ് എന്ന് പറഞ്ഞതോടെ യാത്രക്കാർ വാതിൽ തുറന്നു. ഈ സമയം ട്രെയിനിലുണ്ടായിരുന്ന റംലത്തിനോട് എവിടെയാണ് ഓഫീസെന്ന് ഉദ്യോഗസ്ഥർ ചോദിച്ചു. കൊല്ലത്താണ് ഓഫീസെന്നും പാലരുവിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഷൊർണൂരിന് പോകുകയാണെന്നും ഇവർ മറുപടി നൽകി. കൊല്ലത്ത് TT ഓഫീസ് ഇല്ലാത്തതിനാൽ തന്നെ ഇവർ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലായി. തുടർന്ന് ID കാർഡ് ആവശ്യപ്പെട്ടു. ഇവർ നൽകിയ ID കാർഡ് പരിശോധിച്ചപ്പോൾ വ്യാജമാണെന്ന് കണ്ടെത്തി. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്നും കയറിയതാണെന്ന് ഇവർ പറഞ്ഞു. പിന്നീട് ഇവരെ കോട്ടയം റെയിൽവേ പോലീസിന് കൈമാറുകയായിരുന്നു. കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ റിജി P. ജോസഫിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ ശേഷം ഹോം നേഴ്സായി ജോലി നോക്കി വരികയായിരുന്നു റംലത്ത്. 6 മാസം മുൻപ് റെയിൽവേയിൽ ജോലി കിട്ടി എന്ന് നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം TT-മാരുടെ യൂണിഫോമും വ്യാജ ID കാർഡും ഇവർ തയ്യാറാക്കിയായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ട്രെയിനിൽ സൗജന്യമായി യാത്ര ചെയ്യാനാണ് ഇത്തരത്തിൽ TT എന്ന വ്യാജന കയറിയത് എന്നാണ് പറഞ്ഞത്. എന്നാൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം ഇവർ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ വനിതാ TT-മാരുടെ വിശ്രമ മുറിയിൽ TT എന്ന വ്യാജന കയറിയിരുന്നു. ഇവരെ അന്ന് ചില ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നു. കൂടാതെ ട്രെയിനുകളിൽ ഇവർ ടിക്കറ്റ് പരിശോധന നടത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ യാത്രക്കാരെ തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. തുടരന്വേഷണത്തിൽ തട്ടിപ്പ് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 27 വരെ റിമാൻഡ് ചെയ്തു.